അങ്ങനെ മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ. നമസ്കാരം. വീട്ടുമുറ്റത്ത് നിന്ന് മാവിൽ നിന്നും മാമ്പഴം വീണു. ഈ മാമ്പഴം വീട് പുരയിടവും വൃത്തിയാക്കുന്നതിനിടയിൽ വേലക്കാരി അത് അടുത്ത് സമീപ പ്രദേശത്ത് കൂടി ഒഴുകുന്ന കായലിലേക്ക് ഇട്ടു. ഈ കായലിലേക്കിട്ട മാമ്പഴത്തിന് MG ശ്രീകുമാർ എന്ന മലയാളത്തിന്റെ മഹാഗായകൻ കൊടുക്കേണ്ടി വന്നത് 4,00,000 രൂപ പിഴയാണ്. കൊച്ചി ബോൾഗാട്ടി പാലസിന് സമീപം താമസിക്കുന്ന MG ശ്രീകുമാറിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് മാമ്പഴം താഴെ വീഴുക പതിവാണ്. നിറയെ മാങ്ങയുള്ള മാവാണ്. എന്നാൽ പലപ്പോഴും അണ്ണാനും അല്ലെങ്കിൽ മറ്റുള്ള കിളികളുമെല്ലാം കൊത്തി വീഴുന്ന ഇതുപോലുള്ള മാമ്പഴം ഒരു കാരണവശാലും ഭക്ഷിക്കാൻ വേണ്ടി എടുക്കാറില്ല. വീടും പുരയിടുമെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന തൻ്റെ വീട്ടിലെ ജോലിക്കാരി ഈ മാമ്പഴം എടുത്ത് അടുത്ത് ഒഴുകുന്ന കൊച്ചി ചിലവന്നൂർ കായലിലേക്ക് ഇടുകയായിരുന്നു. ഇത് ആരോ ഷൂട്ട് ചെയ്ത് എടുത്തു. പിന്നീട് ഈ തെളിവുമായി കൊച്ചിൻ കോർപ്പറേഷനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ MG ശ്രീകുമാറിന് കായൽ മാലിന്യമാക്കിയതിൻ്റെ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്നു. 4,00,000 രൂപ പിഴയിടിക്കുന്നു. കിളി കൊത്തി താഴെ വീണ അല്ലെങ്കിൽ അണ്ണാൻ കൊത്തി താഴെ വീണ ഒരു മാങ്ങാണ്ടിക്കും മാമ്പഴത്തിനും വേണ്ടി MG ശ്രീകുമാർ കൊടുക്കേണ്ടി വന്നത് 4,00,000 രൂപയാണ് കൊച്ചിൻ കോർപ്പറേഷന് പിഴയൊടുക്കേണ്ടി വന്നത്. എന്തായാലും MG ശ്രീകുമാർ അതിൽ ഒരു വിഷമവും കാണുന്നില്ല. കാരണം മാലിന്യമുക്ത കേരളം എന്നുള്ളത് എൻ്റെയും സ്വപ്നം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ ജോലിക്കാരി അറിയാതെയാണെങ്കിലും മാമ്പഴം എടുത്ത് കായലിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പിഴയൊടുക്കി എന്ന് തന്നെയാണ് MG ശ്രീകുമാർ പറഞ്ഞത്. എന്നാൽ സംഭവത്തിന് ആസ്പദമായ കാര്യം നടക്കുമ്പോൾ താൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും താൻ തിരുവനന്തപുരത്ത് റെക്കോർഡിങ്ങിലായിരുന്നെന്നും കൊച്ചി ബോൾഗാട്ടി പാലസിന് സമീപത്തുള്ള വീട്ടിൽ താൻ വല്ലപ്പോഴുമൊക്കെ താമസിക്കാറുള്ളൂ എന്നും അവിടെ മിക്കവാറും കാര്യങ്ങളെല്ലാം നോക്കി വൃത്തിയാക്കി വയ്ക്കുന്നത് തൻ്റെ ജോലിക്കാരിയാണെന്നും കൂടിയാണ് ശ്രീകുമാർ പറഞ്ഞത്. എന്തായാലും ഒരു മാമ്പഴം കൊച്ചി ചിലവന്നൂർ കായലിലേക്ക് ഇട്ടതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പിഴയായി MG ശ്രീകുമാർ 4,00,000 രൂപ ഒടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സേലം ഫിലോമിന മാമ്പഴത്തിന് പോലും ഇത്രയധികം വിലയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും മലയാളത്തിൻ്റെ മഹാഗായകനായ MG ശ്രീകുമാറിൻ്റെ അല്ലെങ്കിൽ MG ശ്രീകുമാറിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന മാമ്പഴത്തിനും വലിയ വിലയാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ MG ശ്രീകുമാർ അടച്ചത് ഒരു മാമ്പഴം കായലിലേക്ക് തൻ്റെ ജോലിക്കാരി എടുത്തിട്ടതിന് അടച്ചത് ഏതാണ്ട് 4,00,000 രൂപയാണ്. 25,000 രൂപ അദ്ദേഹം പിഴ അടയ്ക്കേണ്ടതായി വന്നു. ഇതിൽ തനിക്ക് മനസ്താപമില്ല എന്ന് MG ശ്രീകുമാർ എടുത്തു പറയുന്നതോടൊപ്പം തൻ്റെ ജോലിക്കാരിക്ക് പറ്റിയ അബദ്ധം താൻ മനസ്സിലാക്കുന്നു. ഇനി മേലാൽ അതുണ്ടാകില്ല. എന്നാൽ കൊച്ചി കായലിലേക്ക് ടൺ കണക്കിന് ഹോട്ടൽ മാലിന്യങ്ങളും മറ്റ് അറവ് മാലിന്യങ്ങളും തള്ളുന്ന ആളുകൾക്കെതിരെ കൃത്യമായ ഒരു നടപടി വേണ്ടപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. നമ്മളുടെ കായലിൽ മാമ്പഴം വീണാലും അത് മാലിന്യമാകും. അതുപോലെ തന്നെ അറവ് മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും വീണാലും അത് മാലിന്യമാകും. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ കായലും ശുദ്ധജല തടാകങ്ങളുമെല്ലാം നിറയാതിരിക്കട്ടെ. അതിനു വേണ്ടുന്ന നടപടികൾ എല്ലാവരും എടുക്കട്ടെ. ഒരു മാമ്പഴമായാലും അത് കായലിലേക്ക് എറിയുന്നവർക്ക് 25,000 രൂപ പിഴ ചുമത്തിയ കൊച്ചി കോർപ്പറേഷന് MG ശ്രീകുമാർ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും കായലിലേക്ക് ആരും മാലിന്യം ഒഴുക്കാതിരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചു. ഞാൻ 28, 29 തീയതികളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CMന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്നു കൊടുത്തു. അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറേ മാങ്ങ വീഴും. അത് വെള്ളത്തിലോട്ടും വീഴും, അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു 25,000 രൂപ മാലിന്യം ഒഴുക്കിയെന്ന്. അപ്പം ഞാൻ തർക്കിച്ചില്ല. കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്ന ഒരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടു. തെറ്റാണ്. സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതി തന്ന 25,000 രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു. CMന്റെ ഒരു സ്ലോഗനുണ്ട്, മാലിന്യ വിമുക്ത കേരളം. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ ഇതെടുത്തിട്ട് ഞാൻ വെളിയിൽ കളയോ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ്
ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലോട്ടെടുത്ത് ചെറിയ പൊതി ആരോ എടുത്തൊരു വീഡിയോ എടുത്ത് കൊടുത്തു. അതിന് ഞാൻ പിഴയെ അടച്ചു. അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ. എനിക്കത് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവർ വന്ന് എടുത്തോണ്ട് പോകാൻ അവിടെ വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വീട്ടിൽ. പിന്നെ ഇങ്ങനൊരു ചെയ്തത് തെറ്റാണ്, അത് സമ്മതിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങ പൊതിഞ്ഞ് ഈ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ്. അത് മാലിന്യമല്ല, മാങ്ങയാണെന്ന് ഞാൻ തിരുത്തുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാനും തയ്യാറാണ്. കാരണം ആ വീഡിയോയിൽ ആ സഹോദരൻ എടുത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പങ്ക് കിട്ടും. എന്താണ്, 25,000 രൂപയുടെ ഒരു പങ്ക് കിട്ടും. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു മാങ്ങാണ്ടിക്ക് 25,000 ആകുമ്പോൾ ഇതുപോലെ എത്രയോ ഹോസ്പിറ്റൽസിൽ നിന്നും ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടൽസിൽ നിന്നൊക്കെ എത്ര ടൺ കണക്കിന് മാലിന്യമാണ് ഈ കൊച്ചിയിൽ ഒഴുകുന്നത്. അതൊന്നും ഈ അധികൃതർ കാണുന്നില്ലേ എന്നെനിക്കൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും. ചെയ്ത തെറ്റിന് ഒരു മാങ്ങയ്ക്ക് ഞാൻ 25,000 രൂപ പിഴയടച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കേരളം എന്നും ശുചിത്വ കേരളമായിരിക്കണം. ഞാനതൊരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. ആരും തന്നെ ഇനിയൊരു മാങ്ങയോ ഒരു പേപ്പറോ ഒന്നും തന്നെ, അല്ലെങ്കിൽ മാലിന്യമോ ഒന്നും തന്നെ നിങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിക്കരുത്. നമുക്ക് ശുചിത്വ കേരളമായിരിക്കണം. അതിനുവേണ്ടിയുള്ള സ്ലോഗൻ ഞാൻ തന്നെ ഉടനെ ഒരു പാട്ട് പാടി ഇറക്കുന്നതാണ്. ഈ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അതിന് പിഴയെ അടച്ചു. പക്ഷേ ഓർക്കുക, ഒരു മാങ്ങയും ഒരു മാങ്ങാണ്ടിക്കും 25,000 ആണെങ്കിൽ വലിയ വലിയ മാലിന്യങ്ങൾക്ക് എത്ര ആയിരിക്കണം നമ്മളുടെ ഗവൺമെന്റ് പിഴ ചുമത്തേണ്ടത്?